അങ്ങനെ റിച്ചൂസും കണ്ണൂർ ദസറ കണ്ടിട്ടോ. കുറച്ച് ദിവസമായി നമുക്ക് ദസറക്ക് പോകാമെന്ന് ഇങ്ങനെ കരുതി വെച്ചിട്ട് എന്തായാലും അതിന് പറ്റിയിട്ടോ. ഒരു 6 മണിക്കായിരുന്നു ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്ന ഞങ്ങൾ 1 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നേരെ കോവിലിലേക്ക് വിട്ടാലോ എന്ന് കരുതി കോവിലുകളിലൊക്കെ കയറിയിട്ടുണ്ടേ. കണ്ണൂരുകാരായിട്ട് എന്താ കാര്യം, കണ്ണൂരിലെ തന്നെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ നേരെ കോവിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഈ കോവിലുകളിലൊക്കെ കയറിയിട്ടുണ്ടായത്. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാമാക്ഷിയമ്മൻ കോവിൽ, അങ്ങനെയൊക്കെ കോവിലുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓരോരോ കോവിലുകളായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠയും അവിടുത്തെ ആചാരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്പലങ്ങളുടെ ഒരു രീതിയല്ലല്ലോ അവർക്ക്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കോവിലുകളിലൊക്കെ കയറി തൊഴുതത്. എന്തായാലും മൊത്തത്തിൽ നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഇതിനകത്തോട്ടൊക്കെ വന്നപ്പോൾ. അപ്പൊ നിരവധി ഭഗവാന്റെ ഓരോരോ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. ആ കോവിലുകളിലും പ്രസാദ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഈ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ് കേട്ടോ. എല്ലാ കോവിലുകളിലും അടുത്തായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ടൗണിലൂടെ നടക്കുമ്പോൾ പല ഭാഗത്തും പല പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പരിപാടികളായിട്ട് ഞങ്ങൾ ഓരോ കോണിൽ നിന്നും വീക്ഷിച്ചുകൊണ്ടിരുന്നു കേട്ടോ. റിച്ചൂസ് പിന്നെ അധിക നേരമൊന്നും നിൽക്കാൻ വിടാത്തത് കൊണ്ട് ഒരു 2 മിനിറ്റ് വീതം മാത്രമേ നമ്മളിങ്ങനെ പരിപാടികളൊക്കെ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഈ കോവിലിനകത്ത് നിങ്ങൾ ഇങ്ങനെ വട്ടം കറങ്ങുന്നത് കണ്ടോ. ഇവിടെ 9 തവണ ശനീശ്വരനെ വട്ടം കറങ്ങണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ കോവിലുകളിലും ബുക്കൊക്കെ പൂജിക്കാൻ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോവിലുകളൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മുടെ കണ്ണു പോയത് മലബാർ മേളയിലേക്കായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് അതിനകത്തൊന്ന് കയറി എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നേരെ പോയത് ദസറ മെയിൻ പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ പോലീസ് മൈതാനിയിലേക്കായിരുന്നു. ഇവിടെ ഏതൊരു ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയൊക്കെ എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്ത് കുറച്ച് സമയം നടന്നിട്ടൊക്കെയാണ് ഈ നമ്മൾ പോലീസ് മൈതാനിയിലേക്ക് എത്തിയത്. അപ്പോൾ റിച്ചൂസിന് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പം നേരെ അവൻ്റെ കണ്ടുപോയത് ഈ ഒരു റൈഡിലേക്കായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി റിച്ചൂസിനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. അതാകുമ്പോൾ അവന് ഭംഗിയായിട്ട് എല്ലാം കാണാമല്ലോ. തിരക്കിനിടയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ കണ്ണൂർ മൊത്തത്തിൽ അങ്ങോട്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നവമി ആഘോഷം കളറായിട്ടുണ്ട് കേട്ടോ. ഇത്തവണ എല്ലാവിടെയും പോകാൻ പറ്റി, കണ്ണൂർ ദസറ കാണാൻ പറ്റി, അമ്പലങ്ങളിൽ കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ദസറയൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും റിച്ചൂസ് നല്ല ഉറക്കത്തിലായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ദസറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉടനെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.